ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ കൊല്ലത്ത് പോവാണ്. അമ്മയുണ്ട്, ഞാനുണ്ട്, അതുപോലെ കുഞ്ഞമ്മയുണ്ട്. നമ്മൾ ദേവദൂത സിനിമയ്ക്ക് പോവാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. കാര്യം അവിടെ ചെന്നിട്ട് എത്ര പേരുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പേരും പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. ഇതാണ് വീട്, നന്ദപുരി എന്നാണ് പേര്. ഇത് ഫ്രണ്ടിലത്തെ ഏരിയയാണ്. അവിടെ കണ്ട നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കൂടുതലും ചെയ്യുന്നത് നന്ദുവും കുഞ്ഞമ്മയും കൂടെ. അമ്മ കയറിപ്പോന്നു. പിന്നെ അവിടെ ടൗൺ ആണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നല്ല ഒരു രസമാണ് ആ ഒരു പാർട്ടി കാണാൻ. ഞാനത് വീഡിയോ എടുക്കുന്നത്. നന്ദുവാണ് ഇതിൻ്റെയൊക്കെ ആൾ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്തുന്നത്. അവൻ്റെ റൂമിൻ്റെ ബാക്കിലും ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ബാക്ക് പോർഷൻസ്. ഇവിടെ കറിവേപ്പിലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തതാണ്. പിന്നെ ഇതകത്ത് ഇതും നന്ദു തന്നെ സെറ്റ് ചെയ്തതാണ്. ഈ ബുദ്ധനെയൊക്കെ വാങ്ങിച്ച് അവൻ തന്നെ സെറ്റ് ചെയ്തതാണ്. പൂജാമുറിയുടെ ആ ഒരു മോള് നേരെ കാണുന്ന പൂജാമുറി ഇത് ഫ്രണ്ടിലുമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തേണ്ട RPയിൽ വന്നു. അവിടെ മറ്റേ പ്ലേറ്റ് ടോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് ഒരു ബിറ്റ് ഞാൻ എടുത്തതാണ്. നമ്മൾ തേണ്ട കാർണിവലിലേക്ക് നടന്ന് പോവുക. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, 10 പേരുണ്ടെങ്കിൽ ഷൂ ഇടാൻ പറ്റത്തോളം. അപ്പോൾ കുഞ്ഞമ്മയും അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ ഞാനും വന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ സിനിമയിൽ നിന്ന് ഇറങ്ങി. അമ്മയും കുഞ്ഞമ്മയും ഞാൻ വെയിറ്റ് ചെയ്യാണ്. നല്ല സിനിമയായിരുന്നു. നല്ല ഏതൊരു കണ്ടിട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. ഇനി നമ്മളിവിടെ നിന്ന് എങ്ങോട്ടാന്ന് നോക്കാം. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അടുത്തത് എങ്ങോട്ടേക്ക് പോകണം എന്ന് തീരുമാനിച്ചു. ഐസ് ബേയിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. നമ്മൾ കോളേജ് ജംഗ്ഷനിലുള്ള ഐസ് ബേയിലാണ് പോയത്. നല്ലതായിരുന്നു, കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മറ്റേ നമ്മുടെ ബീച്ചിനടുത്തുള്ള പെനിയാണ്. ഇതാണ് ഇവിടുത്തുള്ള ഫ്ലേവേഴ്സൊക്കെ. ഞങ്ങൾ ചിക്കു വാങ്ങിച്ചു, ഷമാ വാങ്ങിച്ചു, ബട്ടർ സ്കോച്ച് വാങ്ങിച്ചു, പിന്നെ ഒരു കിക്കാറ്റിൻ്റെതും വാങ്ങി. അതാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പ്രശാന്തിയിലോട്ടാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കുഞ്ഞമ്മയും ഒക്കെ നല്ല വെജിറ്റേറിയൻ്റെ ആളാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളതേ നടന്ന് പോകുന്നത്. അപ്പം നമ്മളതേ അകത്ത് കയറി അമ്മയും കുഞ്ഞമ്മയും കൂടെ ഭയങ്കര ഡിസ്കഷനിലാണ് എന്താ വാങ്ങേണ്ടതെന്ന്. ഞാൻ ഓൾറെഡി വാങ്ങിയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ വാങ്ങേണ്ടതെന്ന്. അങ്ങനെ സാധനങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മളവിടെ നേരെ ബീച്ചിൽ പോയി. ഇവിടേക്ക് പെന്നിയിൽ കയറിയിട്ട് അവിടെ നിന്നും 2-3 ഫ്ലേവർ വാങ്ങിച്ച് കഴിച്ചു. കുഞ്ഞമ്മയ്ക്ക് മാംഗോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ച് സ്പെൻഡ് ചെയ്തു. നല്ല ഫുഡും നല്ല ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ടാറ്റാ. അങ്ങനെ നമ്മൾ കുഞ്ഞമ്മയ്ക്കും കൊച്ചച്ഛനൊക്കെ ടാറ്റ പറഞ്ഞു. ഞാനും അമ്മയും കൂടെ തിരിച്ച് മൺട്രോത്തുരുത്ത് പോകാനായിട്ട് പോവാണ്. അതാണ് ഞാൻ ടാറ്റ പറഞ്ഞത് അവർക്ക്. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ ഇന്ന് എന്താ പറയുക, ഒരു കുട്ടി ഡേ ആയിരുന്നു. ഡേ ഔട്ട് എന്ന് പറയാം. ഡേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് ഡേ ഔട്ട്. അതായത് അമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞമ്മയുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. കൂടെ നോർമലി നമ്മുടെ കൂടെ ദേവി ഉണ്ടാവാറുണ്ട്. ദേവിയുടെ അമ്മയും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് അവർ 2 പേരും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നല്ലതായിരുന്നു. കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നാമത്തെ കാര്യം, അമ്മ ഇതുവരെ ആ ഫിലിം അമ്മയുടെ കുഞ്ഞിൽ ഇറങ്ങിയ ഫിലിമാണ് ഈ മോഹൻലാലിൻ്റെ ആ സിനിമ. അപ്പോൾ നമ്മൾ പോയി കണ്ടത് അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അമ്മേനെ കൊണ്ട് കാണിക്കാൻ പറ്റി ഇത് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞമ്മയും തിയേറ്ററിൽ കണ്ടിട്ടില്ല, TV-യിലേ കണ്ടുള്ളൂ. ഞാൻ കണ്ടിട്ടേ ഇല്ല ആ ഒരു സിനിമ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റി. പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം മിനിമം 10 പേര് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായല്ലോ റിലീസായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് ഫുഡ് കഴിച്ചു, കുറച്ച് ബീച്ചിലൊക്കെ പോയിരുന്നു. ഞാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. ഞാനും കുഞ്ഞമ്മയും അമ്മയും കൂടി ഒരു കുഞ്ഞു ടൈം സ്പെൻഡ് ചെയ്തു. നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇതൊരു കുട്ടി മോം സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാം. എൻ്റെ അമ്മമാരുടെ കൂടെ ഞാൻ അവർ ഗേൾസിനെ വിളിക്കത്തുള്ളൂ. കാര്യം അവർ എൻ്റെ സ്വന്തം മമ്മീസാണ്. അപ്പം അവരുടെ കൂടെയുള്ള വ്ളോഗായിരുന്നു. നല്ലൊരു വ്ളോഗായിരുന്നു. കാരണം അവരുടെ കൂടെ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്താ പറയുന്നത്, അവർ യങ് മോംസ് ആയിട്ടാണ് ഞാനും ദേവിയൊക്കെ കളിയാക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതൊരു കുട്ടി മോമാണ്. കുട്ടി മോംസ് വ്ളോഗാന്ന് പറയാം നമുക്ക്. കാര്യം അമ്മമാർക്കുള്ളൊരു കുട്ടി സന്തോഷം, അവർക്കും സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാലും ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ കൂടെയും പോകാൻ ശ്രമിക്കാം, അമ്മയുടെയും കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. ബ്രദറിൻ്റെ കൂടെ പോകാറുണ്ട്. പബ്ലു, പിങ്ങി, അങ്ങനെ എല്ലാവരുടെയും കൂടി അവരെയും കൊണ്ടുപോകാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ നാൾക്ക് ഗ്യാപ്പിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ വ്ളോഗിൽ മിസ് ചെയ്യുന്നത് നന്ദു ഉണ്ട്, വിക്കി ഉണ്ട്, എൻ്റെ ബ്രദറ്, പിന്നെ അമ്മു ഉണ്ട്. ഇവർ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ വേറൊരു ദിവസം ഇവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അതുവരെ ടാറ്റാ.